എല്ലാവർക്കും നമസ്കാരം. ബേക്കിംഗ് ഫാമിലിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുള്ളതുപോലെ ഒരു ബ്രെഡ് നിറച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. അപ്പം നമ്മുടെ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ചൂടോടുകൂടി ഇത് ഉണ്ടാക്കി കൊടുക്കാം. വളരെ എളുപ്പമാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഈ സ്നാക്ക് ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കണം. അതേപോലെ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് വീഡിയോ കണ്ടു നോക്കിയാലോ. ബ്രെഡ് നിറയ്ക്കാനായിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ബ്രെഡ് വേണം. ഈ ബ്രെഡ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ ബ്രെഡല്ല, നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുത്ത ബ്രെഡാണ് കേട്ടോ. നമ്മൾ ബ്രെഡ് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവർ അതൊന്ന് പോയിട്ട് കണ്ടു നോക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബ്രെഡ് എടുത്ത് ഇതിനെ ഒരു 3 പീസാക്കിയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ നിറയ്ക്കുന്ന റൊട്ടി എന്ന് പറഞ്ഞിട്ട് കടയിൽ വാങ്ങാൻ കിട്ടും. അങ്ങനത്തെ റൊട്ടിയാണെങ്കിലും കുഴപ്പമില്ല. ഇതേപോലെ ചെറിയ റൊട്ടിയായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് മുട്ടയാണ്. ഞാനിവിടെ ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. നിങ്ങൾ എത്ര ബ്രെഡ് നിറച്ചതാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് മുട്ട എടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഒരു 3 സവാള ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതേപോലെ കുറച്ച് മല്ലിച്ചപ്പ്, കുറച്ച് കറിവേപ്പില, പിന്നെ തക്കാളി. ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് പുളിക്ക് വേണമെങ്കിൽ കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു പകുതി തക്കാളിയാണ് ഞാനിവിടെ മുറിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് ഇഞ്ചി, അതുപോലെ കുറച്ച് പച്ചമുളക്. ഇനി ഇതിന് ആവശ്യമുള്ള പൊടികളാണ് വേണ്ടത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുട്ടികളൊക്കെ ഉള്ളതാണെങ്കിലും എരിവ് കുറച്ച് മതി കേട്ടോ. ഇനി വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അടുത്തത് നമ്മൾ പൊടിച്ച് വെച്ച ഗരം മസാലയാണ്. ഗരം മസാല ഒരു 1/4 ടീസ്പൂണ്. പിന്നെ മെയിനായിട്ട് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ്. ഇതെല്ലാം കൂടിയിട്ട് മിക്സാക്കി എടുക്കാം. ഞാനിവിടെ ഒരടുപ്പിൽ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം. ചൂടായ പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പം തന്നെ കഴിക്കുന്നതായതുകൊണ്ട് വെളിച്ചെണ്ണ കുഴപ്പമില്ല. അല്ലെങ്കിൽ നമുക്ക് ഓയിലോ സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഒന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിവിടേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ നമ്മൾ വറുത്തെടുക്കണം. മസാലയുടെ ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ സ്നാക്കിന് ഉണ്ടാവുക. മസാല നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെഡ് നിറച്ചതിന് വളരെ രുചി ഉണ്ടാവും കേട്ടോ. ഉള്ളി ഇവിടെ ഇത്ര ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്നൊന്ന് ആയി വരാനായിട്ട് ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഉപ്പിട്ട് കഴിയുമ്പോൾ ഉള്ളി പെട്ടെന്ന് വഴലും. ഏകദേശം നമ്മുടെ ഉള്ളി ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കണം. മസാലപ്പൊടികൾ ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്നിച്ചങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കാം. പപ്സിനൊക്കെ മസാല ഉണ്ടാക്കില്ല, അതേ ഒരു ടേസ്റ്റിൽ മസാല ഉണ്ടാക്കിയെടുക്കണം. കുരുമുളക് പൊടി എന്തായാലും ഇടണം. കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് മുന്നിൽ നിൽക്കുമ്പോൾ നമ്മുടെ ബ്രെഡ് നിറച്ചതിന് എന്ത് ടേസ്റ്റായിരിക്കും എന്നറിയോ. നന്നായിട്ട് ഇവിടെ കണ്ടാൽ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് തക്കാളി എടുത്തു വെച്ചിരിക്കുന്ന ഈ തക്കാളി കൂടി ചേർത്ത് മസാലയൊന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എണ്ണ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. നമുക്കിപ്പോൾ ഇത്ര എണ്ണ മതിയായതുകൊണ്ട് ഞാനിവിടെ ഈ എണ്ണയൊന്നും ഒഴിക്കുന്നില്ല. ഏകദേശം ആയി കഴിയുമ്പോഴേക്കും ലാസ്റ്റ് ഈ മല്ലിയില ഇതിലേക്കങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. മസാല ഞാൻ ഇതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയാമല്ലേ, നല്ല കിടില മസാല. ഇനി നമുക്കിത് ബ്രെഡിലേക്ക് അങ്ങ് നിറച്ച് കൊടുക്കാം. ഇതുപോലെ 3 ഭാഗങ്ങളായിട്ട് ഒരു ബ്രെഡ് ഞാനിവിടെ നന്നായിട്ട് മുറിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡിൻ്റെ ഈ ഭാഗം കണ്ടോ, ഇവിടുന്ന് കുറച്ച് എടുത്തു മാറ്റണം.
അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഫില്ലിങ് നിറച്ചെടുക്കുക. ഓരോ ബ്രെഡ് പീസിൽ നിന്ന് ഇത്രയും ഭാഗം നമ്മൾ എടുത്തു മാറ്റണം. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഫില്ലിങ് നിറച്ചു കൊടുക്കുക. മുട്ടയും മസാലയൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടാണ് നിറച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൽ നിന്ന് മാറ്റി ആ ഭാഗം നമ്മൾ നശിപ്പിച്ച് കളയരുത്, അത് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മസാല നിറച്ച് കൊടുക്കാം. ആദ്യം കുറച്ച് മസാല ഇതിൻ്റെ അടിഭാഗത്തേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് മുട്ട ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു പീസ് മുട്ട, ഒരു മുട്ട മുഴുവൻ വെക്കാനായിട്ടുള്ള സ്ഥലം ഉണ്ടാവില്ല, അപ്പോൾ ഒരു പീസ് മുട്ട നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടി മസാല ഇട്ട് കൊടുക്കണം. കണ്ടോ, ഇതേപോലെ മുട്ട മറിച്ച് വീണ്ടും മസാല ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മാറ്റി വെച്ചില്ലായിരുന്നോ ബ്രെഡിൻ്റെ ഭാഗം, ആ ഒരു ഭാഗം എടുത്ത് ഇതേപോലെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് പൊരിച്ചെടുക്കാം. ഇങ്ങനെ ഓരോന്ന് നിറച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് നമുക്ക് ഇത് പൊരിച്ചെടുക്കാം. ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ബട്ടർ വേണമെങ്കിൽ ബട്ടർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നെയ്യ് ഒഴിച്ചിട്ടുണ്ടാക്കിയെടുക്കാം. നെയ്യൊന്ന് നന്നായിട്ട് ചൂടാവട്ടെ. നമ്മൾ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ആ ഭാഗത്ത് ഞാനൊരു മുട്ട പൊട്ടിച്ച് ഒന്ന് ഇതേപോലെ മുക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗം വേണം നമ്മൾ ആദ്യമായിട്ട് ഈ പാനിലേക്ക് വെച്ച് കൊടുക്കാൻ. ഈ ഭാഗം ഇങ്ങനെ കമിഴ്ത്തി ഈ പാനിലേക്ക് വെച്ച് കൊടുക്കണം. ആ ഭാഗം ഒന്ന് നന്നായിട്ട് മുരിഞ്ഞ് വരട്ടെ. എന്നിട്ട് ഓരോ ഭാഗവും നമ്മൾ തിരിച്ചിട്ട് കൊടുത്ത് എല്ലാ ഭാഗവും മുരിച്ചെടുത്ത് കൊണ്ടുവരാം. നമ്മൾ ആദ്യം ഇട്ട ഭാഗമല്ലേ, ആ ഭാഗം ഇത് കണ്ടോ ഇതേപോലെ ആയി വന്നിട്ടുണ്ട്. നല്ല സ്റ്റൈലുണ്ട് കാണാനായിട്ട്. ഇനി നമുക്ക് കുറച്ച് നെയ്യ് കൂടി ഇതിൻ്റെ അടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അടുത്ത ഭാഗം പൊരിച്ചെടുക്കാം. നമ്മൾ ക്ലോസ് ആക്കി വെച്ചിരുന്ന ഭാഗങ്ങളൊക്കെ കണ്ടോ നല്ല ഗോൾഡൻ കളറിലായിട്ട് മുരിഞ്ഞ് വന്നിട്ടുള്ളത്. എന്തൊരു സ്റ്റൈലാണ് കാണാൻ. ഇത് കഴിക്കാൻ ഇത്ര തന്നെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മുടെ 3 ബ്രെഡ് പീസ് ഞാനിവിടെ പൊരിച്ച് നല്ല സ്റ്റൈലാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. കാണാൻ എന്തൊരു ഭംഗിയല്ലേ. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് മുറിച്ച് നോക്കിയാലോ. ഞാൻ ഈ ബ്രെഡ് നിറച്ചതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ. ഉണ്ട് നല്ല മുരിമുരിയായിട്ട് ഉള്ളിൽ കണ്ടോ മുട്ടയും മസാലയൊക്കെ നിറഞ്ഞിട്ട് നല്ല സ്റ്റൈലുണ്ട് ഇത് കാണാനായിട്ട്. നമുക്ക് തിന്നാൻ നമ്മുടെ വയറൊക്കെ പെട്ടെന്ന് നിറയും. നമ്മുടെ ബ്രെഡ് നിറച്ചത് നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി.